ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അങ്ങനെ മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി ലോകത്തിൻ്റെ മുമ്പിൽ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച ഭക്തിയുടെ നറുനവനീതത്തെ, നാരായണീയത്തെ, നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ കൃപാ കടാക്ഷങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശ്രീമന്നാരായണീയം അതിൽ 13ാമത്തെ ദശകത്തിൽ 2ാമത്തെ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, വീണ്ടും ശ്ലോകം, പിന്നീട് എല്ലാ ദിവസത്തെയും പോലെ അതിൻ്റെ മലയാള പരിഭാഷയായ ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കാം. മറ്റൊരു കാര്യം ഇതിനു മുമ്പ് നിങ്ങളെ അറിയിക്കുകയുണ്ടായി, എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു. നാളെ മുതൽ കണ്ണാകുറിശി ശ്രീകൃഷ്ണ ക്ഷേത്രം, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരാക്കുറിശി എന്ന സ്ഥലത്ത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നാളെ വൈകുന്നേരം, അതായത് തിങ്കളാഴ്ച വൈകുന്നേരം മാഹാത്മ്യ പാരായണത്തോടുകൂടി ആരംഭിക്കുകയാണ്. അപ്പം എല്ലാവരെയും അവിടേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. കൂടാതെ അവിടെ 10 ദിവസങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ മുൻമേൽ ശാന്തിമാര് വന്ന് ചന്ദ്രചർച്ചിതനായിരിക്കുന്ന ആ അവതാരമൂർത്തികളെ, മത്സ്യാവതാരം മുതൽ കൽക്കിയായിട്ടുള്ള അവതാരം വരെയുള്ള മൂർത്തികളെ പൂജിക്കുന്ന അപൂർവത കൂടി ഈ സപ്താഹത്തെ കൂടുതൽ ധന്യമാക്കും.
ആ ദശാവതാര ചന്ദനം ചേർത്ത് മഹോത്സവത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളതിൻ്റെ വിവരങ്ങൾ അറിയിക്കാം. ഏതായാലും ഇപ്പോൾ ആദ്യം ആ ദശകം 13 രണ്ടാമത്തെ ശ്ലോകം ചൊല്ലുന്നു. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗദിത നദൻ ക്വാസൗ ക്വാസാവിതി സ മുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപ ധരണിധരമുദ്യന്തമുദഗാൽ. ആ മായാവിയായ വിഷ്ണു, സ മായാവി വിഷ്ണു ഭവദീയാം വസുമതിം ഹരതി. പ്രഭോ കഷ്ടം കഷ്ടം ഇദം കിം ഇതി തേന അഭിഗദിത. സ ക്വ അസൗ ഇതി നദൻ മുനിനാ ദർശിതപഥഃ ധരണിധരം ഉദഗാൽ ഉദ്യന്തം ഭവന്തം സംപ്രാപത്. സ മായാവി വിഷ്ണു. ഇവിടെ മായാവിയായ വിഷ്ണു, മായ കാണിക്കുന്ന വിഷ്ണു അല്ലേ? മായ കാണിക്കുന്നത് വിഷ്ണു തന്നെയാണ്. വിഷ്ണുവിൻ്റെ മായയാണ് നമുക്കൊക്കെ മോഹങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോ വിഷ്ണു സ്വതവേ മായാവിയാണ്. ഇവിടെയും ആ മായ ഭഗവാൻ കാണിക്കുന്നു. അതാണ് സത്യത്തിൽ മുനി നാരദ മഹർഷി പറയണത്. ആ മായാവിയായ വിഷ്ണു ഭവദീയാം വസുമതിം ഹരതി, അങ്ങയുടെ ഭൂമിയെ, അപ്പൊ കുറച്ചുകൂടി ആ അസുരനിൽ കോപമുണ്ടാക്കാവുന്ന തരത്തിൽ അങ്ങയുടെ ഭൂമിയെ ഇതാ തട്ടിക്കൊണ്ടുപോണു. ഹേ സ്വാമിൻ പ്രഭോ കഷ്ടം കഷ്ടം, ഇത് മഹാകഷ്ടം തന്നെയാണ്. ഇതെന്താണ്? ഇതം കിം, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഇതി തേന അഭിഗദിത. ഇങ്ങനെ അദ്ദേഹം നാരദ മഹർഷി, കപടപടിധിർ നാരദ മുനി അല്ലേ, അസുരനോട് പറഞ്ഞു. ഈ സമയത്തോ സ ക്വ അസൗ ഇതി നദൻ, എവിടെ അവൻ അസൗ ക്വ അസൗ എവിടെ അവൻ എന്ന് ചോദിച്ചുകൊണ്ട് ഗർജിച്ചുകൊണ്ട്, ഇതി നദൻ ഗർജിച്ചുകൊണ്ട്, മുനിനാ ദർശിതപഥഃ, മുനി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ. ഭഗവാനെ കിട്ടാൻ ഗുരുനാഥന്റെ അനുഗ്രഹം വേണം അല്ലേ? ഇവിടെ ഹിരണ്യാക്ഷന് പോലും ഗുരുവായി തീർന്നത് നാരദനാണ്. പ്രഹ്ലാദന്, ധ്രുവന്, ഇങ്ങനെ ഓരോരുത്തർക്കും ഭഗവാൻ പദപ്രാപ്തി ഉണ്ടാവുന്നത് നാരദനിലൂടെയാണ്. ദുഷ്ടനായ ഹിരണ്യാക്ഷനും നാരദനിലൂടെ തന്നെയാണ് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഇങ്ങനെ മുനിനാ ദർശിതപഥഃ, മുനി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ, ധരണിധരം ഉദഗാൽ ഉദ്യന്തം, ആ ഭൂമിയെ തൻ്റെ തേറ്റയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന, ആ പ്രളയജലത്തിൽ നിന്നും കയറി വരുന്ന ഉദഗാദുദ്യന്തം ഭവന്തം, അങ്ങയുടെ അടുത്തേക്ക് എത്തി, അങ്ങയെ സംപ്രാപിച്ചു. സംപ്രാപൽ എന്നാണ്, അങ്ങയെ കണ്ടെത്തി. ആ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലാം, പിന്നീട് ശ്രീഹരിയം. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതിം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗദിത നദൻ ക്വാസൗ ക്വാസാവിതി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപത് ധരണിധരമുദ്യന്തമുദഗാൽ. ശ്രീഹരിയം. നാരായണ 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 വരാഹമൂർത്തേ. ഹരേ മായാവീയാം മഹാവിഷ്ണു അവിടുത്തെ ധരണിയെ തട്ടിക്കൊണ്ടുപോയി കഷ്ടം അസുരോത്തമ. നാരദവചനം കേട്ടു കോപിഷ്ഠനായി ഹിരണ്യാക്ഷൻ
നാരായണ അവിടുത്തെ തേടിപ്പിടിച്ചു. നാരായണ 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 വരാഹമൂർത്തേ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ.